വിവാദങ്ങൾക്ക് പിന്നാലെ വേടന് വേദിയൊരുക്കുന്നുണ്ട് സർക്കാർ. ഇന്ന് ഇടുക്കിയിലെ സർക്കാർ വാർഷികാഘോഷ പരിപാടിയുടെ സമാപനത്തിൽ പങ്കെടുക്കും. ലെബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലെബി, വേടന് ആദ്യം ഇതേ പരിപാടിയിൽ നിന്നാണ് സർക്കാർ ഈ അറസ്റ്റ് വാർത്ത വന്നപ്പോൾ പിൻവലിച്ചത്. പക്ഷേ പിന്നീട് പൊതുവികാരം വേടന് അനുകൂലമായി തിരിയുന്ന ഘട്ടത്തിലാണ് പുലിപ്പല്ലിൻ്റെ കാര്യത്തിൽ അനാവശ്യത്തിലടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ വേടന് പിന്തുണയുമായി എത്തുന്നതും പുറന്തള്ളിയ പരിപാടിയിൽ തന്നെ വീണ്ടും വേടനെ വിളിച്ച് റീബുക്കിംഗ് കൊടുക്കുന്നതും. അപ്പോൾ വേടൻ്റെ പരിപാടി ഇന്ന് ആ അർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു ഐക്യദാർഢ്യ പ്രകടനം കൂടിയാണ്, അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും സർക്കാരിന്റെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം തന്നെയാണ്. ഏതോ ഒരു കായലിന്റെ മനോഹാരിതയിലാണ് നിൽക്കുന്നത്. ആ കായലിനെ കൂടി പ്രേക്ഷകർ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളായിരിക്കും. അതിനുശേഷം നമുക്ക് ആ വാർത്തയിലേക്ക് വരാം. ഡോക്ടർ അരുൺകുമാർ, ഇത് ചമ്പക്കര കനാലാണ്. ചമ്പക്കര കനാൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആഴമുള്ള കൊച്ചിയിലൊരു കനാലാണ്. വളരെ മനോഹരമായ പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്. കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാമെന്നൊക്കെ കരുതി നിന്നതാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ വാർത്ത എങ്ങ് നീണ്ടുപോയത് കൊണ്ട് നമ്മളും അത് വൈകിയതാണ്. ഇവിടെ ഇങ്ങനെ വളരെ സഞ്ചാരികളൊക്കെ എത്തുന്ന പ്രദേശമാണ്. ഇതിനിടയിലുള്ള ഈ തുരുത്തുകളിലൊക്കെ വളരെ മനോഹരമായ കാഴ്ചകൾ. ഇവിടെ നിറയെ പക്ഷികൾ എത്താറുണ്ട്. ദേശാടന കിളികളൊക്കെ ഇഷ്ടംപോലെ എത്തുന്ന സ്ഥലമാണ്. ഇതുവഴി ഇപ്പം നമ്മൾ കാണുന്നത് പോലെ ചെറിയ അധികം വീതിയില്ലെങ്കിലും വലിയ ആഴമുള്ള കൊച്ചിയിലെ കനാലാണിത്. ഇതുവഴിയാണ് കപ്പലിൽ നിന്ന് കൊണ്ടുവരുന്ന ഇന്ധനങ്ങളൊക്കെ നിറച്ച ബാർജ് BPCയിലേക്കും മറ്റ് കമ്പനികളിലേക്കുമൊക്കെ കടന്നു പോകുന്നത്. അത്തരത്തിൽ വലിയ ആഴം കൂടിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അപകട വാർത്തകളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ജാഗ്രതയോടുകൂടി ഈ ഭാഗത്തേക്ക് അത്ര കാര്യമായ മഴയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയായിരുന്നു ഡോക്ടർ അരുൺ. ഞാൻ ഇവിടെ നിന്നപ്പോൾ ഒരു കാര്യം പറയുകയായിരുന്നു. ഡോക്ടർ അരുൺ, ഞാൻ നിന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. നേരത്തെ ഉമാ തോമസ് വീണ കല്ലൂർ സ്റ്റേഡിയത്തിൽ സംഭവിച്ച അപകടം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. വലിയ ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ ഇത്തരം ഒരു കൈവരി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചാരി നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അറിയണത് എല്ലാ ഭാഗവും വിട്ടിരിക്കുകയാണ്. ഒന്ന് ചാരിയാൽ താഴേക്ക് പോകും. അതുകൊണ്ട് ഇത് കാണുന്ന ശ്രദ്ധിക്കട്ടെ. ഇതേതായാലും ഇത്തരത്തിൽ കായലിന്റെ തീരത്ത് വച്ചിരിക്കുന്ന കൈവരികൾ എനിക്ക് നീന്തൽ അറിയാം. പക്ഷെ 2 തവണ ഭാഗ്യത്തിന് വെള്ളത്തിൽ പോയി രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. എങ്കിലും വർഷങ്ങളായി അത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് ധൈര്യമൊന്നുമില്ല ഡോക്ടർ. കൊച്ചിയിൽ മഴയാണ്. നേരത്തെ ചോദിച്ചതിന് മറുപടി പറയാം. കൊച്ചിന് രാവിലെ നല്ല അതെ. അതുകൊണ്ട് ഞാൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ബോട്ട് യാത്രകളൊക്കെ നടത്തുന്നത്. സർക്കാർ ക്യാൻസൽ ചെയ്ത പരിപാടി വീണ്ടും തുറന്നു കൊടുത്തു വേടന്. ഉച്ചയോടുകൂടി വേടൻ ഇടുക്കിയിലെത്തുമെന്ന് തോന്നുന്നു, അല്ലേ? അതെ. 12:30 വേടൻ ഇടുക്കിയിൽ ചെറുതോണിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട വേദി വീണ്ടെടുക്കുന്ന ഒരു സന്തോഷം വേടനുമുണ്ട്. കാരണം ഇതൊരു സംസ്ഥാന സർക്കാർ തന്നെ വേണ്ടെന്ന് വെച്ച പരിപാടി. ഈ വിവാദമൊക്കെ വന്ന് ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയിൽ നിന്ന് വിപണന മേള കൂടിയാണ് ഈ പരിപാടിയിൽ നിന്ന് വേടനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെയാണ് നൽകിയത്. എന്നാൽ അതിന് പിന്നാലെ പുലിപ്പല്ല് വിവാദം വന്നതോടുകൂടി വേടന് അനുകൂലമായൊരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണല്ലോ. അത്രത്തോളം ഒരു സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും വേടന് അകമഴിഞ്ഞ പിന്തുണ ലഭിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വീണ്ടും അതേ വേദിയിലേക്ക് വേടനെ തിരികെ വിളിച്ചിരിക്കുന്നത്. ഈ വേദിയിലേക്ക് വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് ഇവിടെ മന്ത്രി KN ബാലഗോപാലും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനൊക്കെ ഉണ്ട്. സമാപന സമ്മേളനത്തിന് ശേഷമായിരിക്കും വേടന്റെ ഷോ നടക്കുക. വേടന്റെ ഈ ഗാന വിരുന്നിലേക്ക് ആളുകൾ ഇപ്പോൾ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇങ്ങോട്ട് ആളുകൾ വരുമെന്നൊക്കെയാണ് അറിയുന്നത്. ഏതായാലും ഈ പരിപാടിയിലേക്ക് വേടൻ തിരികെ വരുന്നു എന്നറിഞ്ഞത് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടുക്കിയിലെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ സ്വീകരണം നൽകിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ അതെന്തായാലും ഒരു PR കൂടി ആയിട്ടുണ്ട്. ഒരുപാട് പേര് വേടന്റെ പാട്ട് കേൾക്കാനെത്തും. വേടൻ അവിടെ എന്തെങ്കിലും പറയുമോ എന്നതൊക്കെ ആൾക്കാർ കേൾക്കാനായിട്ട് കാത്തിരിക്കും. സാധാരണ വേടൻ ഇത്തരം സമയങ്ങളിലൊക്കെ അത്തരം മെസ്സേജുകളൊക്കെ കൊടുക്കും. മക്കളെ ഇങ്ങനെ നിങ്ങൾ രാസലഹരിയൊന്നും ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വേടൻ പറയുന്നതും നമ്മൾ കേട്ടിരുന്നല്ലോ.